ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വീണ്ടും മാർക്കറ്റ് ഒരു ലോ ടെസ്റ്റ് ചെയ്യാണ്. ആൻഡ് ആ ലോയിൽ മാർക്കറ്റ് നല്ലോണം ഒന്ന് സപ്പോർട്ടിന് വേണ്ടി ശ്രമിക്കുന്നു. ബട്ട് ഹയർ ലെവൽസിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സെൽ ഓഫും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോഴും മാർക്കറ്റിൽ നമുക്കൊരു റീബൗണ്ട് കാര്യങ്ങളൊന്നും സ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നലെ തന്നെ നമ്മളത് പറഞ്ഞായിരുന്നു. മാർക്കറ്റ് നല്ലൊരു ബൈയിങ് കണ്ടീഷൻസിലേക്കൊന്നും വന്നിട്ടില്ലായിരുന്നു. നമുക്കെന്തായാലും മുഴുവൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ചാനൽ നിങ്ങൾ മീൻസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു മാർക്കറ്റ്. ഇത് നമ്മുടെ ടെലിഗ്രാം ചാനലാണ് ലേൺ ആൻഡ് ട്രേഡ് എന്നുള്ളത്. ദെൻ അതിൽ നമ്മൾ കൊടുക്കുന്ന മാർക്കറ്റിൻ്റെ സപ്ലൈ സോൺ, ഡിമാൻഡ് സോൺസ് ഇന്നൊക്കെ നമുക്ക് ഡിമാൻഡ് സോണിലായിരുന്നു നിഫ്റ്റിയൊക്കെ ഓൾമോസ്റ്റ് ട്രേഡ് ചെയ്തത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രൂഷ്യൽ ലെവൽസ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതോടൊപ്പം ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ട്രേഡൊക്കെ ഉണ്ടെങ്കിൽ അത് ലിമിറ്റഡ് ലോസ് ട്രേഡ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാറുണ്ട്. നമുക്കൊരു 1.2% ലോസും 4.8% പ്രോഫിറ്റുള്ളൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് 1.2% അത് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. എനിവേ മാർക്കറ്റ് ആ ഒരു ലെവൽസിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. കൺസോൾട്ടേഷൻ ആയിരുന്നു. ബട്ട് നമ്മുടെ ലെവൽസ് കുറച്ച് താഴെ ആയതുകൊണ്ട് മാത്രം 1.2 എക്സിറ്റ് ചെയ്യേണ്ട. എനിവേ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെ നമ്മളൊരു നല്ല കാര്യമായിട്ട് കാണുന്നു. എനിവേ നമുക്കിനി ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് മാർക്കറ്റിൻ്റെ ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. ഇനീഷ്യലി നല്ലൊരു ഹൈ അവിടെ നിന്ന് മാർക്കറ്റ് ഡേ ഹൈ ഒന്ന് ക്രോസ് ചെയ്തു, ഫേക്ക് ഔട്ട് തന്നു. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് ഇന്നലത്തെ ഡേ ലോ ആണ് മാർക്കുന്നത്. ആ ഡേ ലോവിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് മാർക്കറ്റ് ഡേ ലോ അല്ല, ഇന്നലത്തെ ഒരു സിംഗ് ലോ ഒക്കെ എടുത്തിട്ടാണ് മാർക്കറ്റ് അവിടെ ഒരു കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ചെയ്തത്. ദെൻ കംപ്ലീറ്റ്ലി ആ ഒരു കൺസോൾട്ടേഷനിലായിരുന്നു. ആൻഡ് 46,500 സ്ട്രാഡിൽ തന്നെയാണ് ഇപ്പോഴും വർക്കാവുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് 300 പോയിൻറ്റ് എവേ ഡൗൺ സൈഡിലാണെന്ന് മാത്രം. ഇന്നലെ ഒരു 300 പോയിൻറ്റ് അപ്പ് സൈഡിലും ആയിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നത്തെ ഒരു ഇൻട്രാഡേ അനാലിസിസിൽ പറയാനുള്ളത്. ഡിമാൻഡ് സോണിലേക്ക് ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ടായില്ലായിരുന്നു. ആൻഡ് ഇന്നലത്തെ ഒരു സിംഗ് ലോയിലൊക്കെ വെച്ചിട്ടായിരുന്നു മാർക്കറ്റ് ഇന്നും ഡേ ലോ ഒരു സപ്പോർട്ടൊക്കെ ആയിട്ട് ഹോൾഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. അപ്പോൾ അതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. ബട്ട് നിഫ്റ്റി കുറച്ചും കൂടി ഒന്ന് വീക്ക്നെസ് ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് കിട്ടി, ഒരു പുൾ ബാക്ക് ബാങ്ക് നിഫ്റ്റിനെ പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഫാൾ ഉണ്ടായിരുന്നു. ആൻഡ് നിഫ്റ്റി മാക്സിമം കൺസോൾട്ടേറ്റ് ചെയ്തത് ഇൻ ഡിമാൻഡ് സോണിലായിരുന്നു. ഡിമാൻഡ് സോണിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ നമുക്ക് മനസ്സിലാവും. ബിക്കോസ് നമുക്ക് നിഫ്റ്റിയുടെ ഒരു 21,900 ഇന്നലത്തെ ആ സിംഗ് ലോ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടും നിഫ്റ്റി ഡിമാൻഡ് സോണിൽ ഹോൾഡ് ചെയ്തിരുന്നു. ഡിമാൻഡ് സോൺ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഹോൾഡ് ചെയ്ത് നിഫ്റ്റി ഇന്ന് ഡിമാൻഡ് സോണിലാണ് നിഫ്റ്റി മാക്സിമം കൺസോൾട്ടേറ്റ് ചെയ്തത്. എനിവേ നെഗറ്റീവ് ബയാസിലാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എന്ന് ഓൾമോസ്റ്റ് ട്രേഡ് ചെയ്തത് എന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഒരു OA അനാലിസിസ് നോക്കാം. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാകും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള വീക്ക്നെസ് കാണാം. ഇവിടെ നമുക്ക് വീക്ക്നെസ്സാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് നിഫ്റ്റിക്ക് നല്ല രീതിയിലുള്ള ഇവിടെ കോള് ഇങ്ങനെ മേളിലേക്ക് പോകുന്നതോറും ഹൈ ആയി വരുന്നു. ആൻഡ് പുട്ടാണെങ്കിൽ ലോ ആയിട്ട് വരുന്നു. മാക്സിമം പുട്ട് ബിൽഡ് ചെയ്തേക്കുന്നത് 21,500 ആൻഡ് ഒരു സ്ട്രാഡിൽ ഇവിടെ കാണാം. സ്ട്രാഡിൽ വിത്ത് ചെറിയ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ 21,900 to 2800 എന്ന് പറയുന്ന ഒരു സ്ട്രാഡിൽ ഫോർമേഷനാണ്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുക 22,200 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ ഇവിടെയും ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. 22,000 22,000 നമുക്ക് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ മേ ബി ഇവിടെയും നമുക്ക് ഒരു കൺസൾട്ടേഷനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ബട്ട് ഇവിടെ നമുക്ക് പുട്ട് ബിൽഡിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു നെഗറ്റീവ് ഫീൽ അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് PCR 0.9 ആണ്. ഓൾമോസ്റ്റ് ഒരു ബിയറിഷ് സൈഡിൽ, ന്യൂട്രൽ ടു ബിയറിഷ് എന്ന് വേണം പറയാൻ. PCR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് 21,500 ആയിട്ടുണ്ട്.
നിഫ്റ്റിയുടെ സപ്പോർട്ട് സപ്പോർട്ട് 21,500 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 21,800 സപ്പോർട്ടും ഉണ്ട്, ചെറിയ രീതിയിൽ കോളും ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് കോളും ബിൽഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഓക്കെ, അവിടെ നമുക്ക് കോളും ബിൽഡ് ചെയ്ത് കാണാം. ഓക്കെ, അവിടെ കോളുണ്ട്. 21,800 കോളും ഉണ്ട്. കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ഉണ്ട്. 21,900 ഓൾമോസ്റ്റ് സെയിം തന്നെ. അവിടെ നമുക്ക് 21,900 നമുക്ക് ഇവിടെ കോളാണെങ്കിൽ കോളും വിത്ത് പുട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് മാക്സിമം കൺസോൾഡേറ്റ് ചെയ്യുന്നത്. ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. ഇനി 22,000 നമുക്ക് എന്താ നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള പുട്ട് ബിൽഡിങ്ങും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതും മറക്കാണ്ടിരിക്കുക. ബിക്കോസ് നമുക്ക് ഇനി മേളിലേക്ക് വന്നാൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ നമുക്ക് OA അനാലിസിസിൽ പറയാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ലെവലിലും കോൾ ആൻഡ് പുട്ട് ഈക്വലി ബിൽഡിംഗ് ആണ്. 21,800, 21,900, 22,000 ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് 22,200 തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ OA അനാലിസിസ് ഒന്ന് നോക്കാം. നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറിയും കൂടിയാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സോ ബാങ്ക് നിഫ്റ്റിക്ക് നമുക്കൊരു 46,500 സ്റ്റാഡിൽ ഫോർമേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ആൻഡ് അവിടെ സപ്പോർട്ട് വരുന്നത് 46,000 ആണ്, റെസിസ്റ്റൻസ് വരുന്നത് 47,000 ആണ്. സ്റ്റിൽ നമുക്ക് മേളിലേക്ക് പുട്ട് ബിൽഡിംഗ് അവിടെയൊക്കെ കാണാം. അപ്പോൾ ബിയറിഷ് ആവുന്നത് 46 നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇവിടുന്ന് താഴേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ പുട്ട് അൺവൈൻഡിങ്, അതായത് ലോങ് അൺവൈൻഡിങ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഫാള് ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ലെവൽസ് ഒന്ന് നോക്കാം. ആൻഡ് ബാങ്ക് നിഫ്റ്റി 0.7 ആണ് PCR, അതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മീൻസ് ബിയറിഷ് ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിലുള്ള ബിയറിഷ് ആയിട്ട് തന്നെ ഉണ്ട്. ബട്ട് 46,000 എന്നുള്ള സപ്പോർട്ട് ലെവൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. 46 ലെവൽ സപ്പോർട്ട് ഉണ്ട്. 46,500 സ്റ്റിൽ സ്ട്രാഡിലുണ്ട്. 47,000 റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഏകദേശം ആ ലെവലിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്നും പോയേക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി അങ്ങനെ തന്നെ മീൻസ് ഈ ലെവൽ OAയിൽ വെച്ചിട്ട് ഈ ഒരു ലെവൽസ് തന്നെ വെച്ച് നമുക്ക് ഫോളോ ചെയ്യാം. ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. സോറി, FIDA ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല. സ്റ്റിൽ 18th മാർച്ചാണ്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, FIDA ഡാറ്റ മീൻസ് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ആയാലും നമുക്ക് മീൻസ് എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു വീഡിയോ ഇത് വെച്ചിട്ട് ചെയ്യാം. അല്ല, 18th മാർച്ചിൽ തന്നെയാണ് FIS ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും ന്യൂട്രലായിരിക്കും, മാക്സിമം ന്യൂട്രലാവാൻ തന്നെയാണ് ചാൻസ്. ബിക്കോസ് ഇന്ന് മാർക്കറ്റ് കൺസൾട്ടേഷനാണ്. എന്തെങ്കിലും മീൻസ് വല്ല ഓവർ നല്ല സെല്ലിങ്ങോ എവിടെയെങ്കിലും FISലോ DISലോ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മൈൻഡ് ചെയ്യാം എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഒരു ലാർജ് ടൈം ഫ്രെയിമിലൊന്ന് നോക്കാം. 4 hour ടൈം ഫ്രെയിം നമ്മൾ എപ്പോഴും നോക്കുന്ന 4 hour ടൈം ഫ്രെയിമാണ്. ഓക്കെ, 4 hour ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ എന്താ സെല്ലിങ് ഇവിടെ നമുക്ക് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, ഹയർ ലെവൽസിൽ നിന്ന് നമുക്കെന്ത് സെല്ലിങ് വരാണ്. ഈ ഒരു ലെവൽ ഇപ്പോൾ നിഫ്റ്റി നല്ലൊരു രീതിയിലുള്ള റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ എന്താ നിഫ്റ്റിക്ക് സെല്ലിങ് വരുന്നുണ്ട്. അപ്പോൾ വൺസ് നിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പൺ ഇവിടെ എവിടെയെങ്കിലും വന്നാലും നിഫ്റ്റി ഫാൾ ആവാനുള്ള ചാൻസസ് അധികമാണ്. ഇനി മാക്സിമം നിഫ്റ്റി ഇവിടെ നിന്നൊരു ലോ എടുക്കണമെങ്കിൽ ഇവിടെ നല്ലൊരു സപ്പോർട്ടിങ് ക്യാൻഡിൽ വന്ന് അല്ലെങ്കിൽ നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വന്നാൽ മാത്രമാണ് നിഫ്റ്റി
ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മേളിലേക്ക് പോകുള്ളൂ. അപ്പോൾ മീൻസ് ഹയർ ലെവൽസിൽ എങ്ങനെ വന്നാലും സെല്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് മൈൻഡ് ചെയ്യുക. ഓപ്പണിംഗ് ഹൈയിലാണെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള ചാൻസസ് എപ്പോഴും ഉണ്ട്. സോ ഇവിടെയും നമുക്ക് 2 ഫോർവേഡ് ടൈം ഫ്രെയിമിൽ 2 നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് നമുക്ക് ഫോം ചെയ്തേക്കുന്നത്. ആൻഡ് പോസിറ്റീവ് ക്യാൻഡിലൊന്നും സ്റ്റിൽ നിഫ്റ്റിക്ക് ഫോം ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റി എന്തായാലും മീൻസ് താഴേക്ക് വരും. ഇത് താഴേക്ക് വന്നാൽ ഇവിടെ നമുക്ക് എന്താണ് ലിക്വിഡിറ്റി എടുക്കും. ഇവിടെ ആയിരിക്കണം ലിക്വിഡിറ്റി എടുത്താൽ ഇവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ മേളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് മീൻസ് ഈ ഹൈ ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് ലിക്വിഡിറ്റി സെയിം തന്നെ നിഫ്റ്റിക്കും ചാൻസ് കൂടുതലാണ്. താഴേക്ക് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റി മീൻസ് രണ്ടും മേളിലേക്ക് പോകാനുള്ള ഒരു ചാൻസാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യുക. എങ്ങനെ വന്നാലും ഈ ഒരു കൺസോൾട്ടേഷൻ ലെവൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അത് ക്ലിയർ ചെയ്തിട്ട് ആ ലെവൽസ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കുക. ആൻഡ് മാക്സിമം മീൻസ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ലെവലോ നല്ലൊരു ഇത് നമുക്ക് ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ നല്ല ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായാൽ മാത്രം നിങ്ങൾ നല്ല മീൻസ് ഒരു ട്രേഡിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ്. ആ കൺസോൾട്ടേഷൻ റേഞ്ച് നമുക്ക് 46,700 ടു 46 ഓൾമോസ്റ്റ് ഒരു 500 പോയിൻറ്റ്സിലാണ് ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് താഴേക്ക് വരും. താഴേക്ക് വന്നെയാണെങ്കിൽ നമുക്ക് അവിടെ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റിയും മേളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമുക്ക് അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇന്നത്തെ നമുക്ക് മീൻസ് FISൻ്റെ ഒന്നും അപ്ഡേറ്റ് ആയില്ല. എനിവേ നമുക്ക് അപ്ഡേറ്റ് ആണെങ്കിൽ മീൻസ് ഒരുപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചാനലിലൂടെ നമുക്ക് ടെലിഗ്രാം ചാനലിൽ അറിയിക്കാം. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. നിങ്ങൾ ക്യാപിറ്റൽ എപ്പോഴും സേഫ് ചെയ്തുകൊണ്ട് മാത്രം മീൻസ് നല്ല സ്ട്രാറ്റജി ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യാനും ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.